ഹലോ, വെൽക്കം ബാക്ക് ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 7th ചാപ്റ്റർ ആണ്. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ കുറച്ചധികം പോയിന്റ്സ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണ് നോക്കാം. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണക്രമം എന്നതിലുപരിയായിട്ട് പൗരരുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറവേറ്റുന്നതായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കുറച്ചധികം ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായി നടപടി. മനുഷ്യാവകാശ ലംഘനം കമ്മീഷൻ കേസെടുത്തു. സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം കമ്മീഷൻ ഇടപെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി എന്നതൊക്കെയാണ് ഈ വാർത്തയുടെ ഹെഡിങ്സ് വരുന്നത്. അപ്പോ ഇതിലെ എന്തൊക്കെ കമ്മീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പറയുന്നുണ്ട്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ വരുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്, വനിതാ കമ്മീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്നതായിട്ടുള്ള സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളെന്നും. എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ? അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയം ഭരണ സ്ഥാപനങ്ങളാണ് ഈ പറയുന്നതായ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോ ഈ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഘടന ഒക്കെ എന്തിലായിരിക്കും പറയുന്നുണ്ടാവുക? ഭരണഘടനയിലായിരിക്കും. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. അതേസമയം പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ആവശ്യാനുസരണം ഇവർക്ക് ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. എങ്ങനെയാണ്? ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ പറയുന്നതായ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പൊ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? ഭരണഘടന ഭേദഗതിയാണ് ആവശ്യമായി വരുന്നത്. എന്നാൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു സ്ഥാപനങ്ങളുടെ ആവശ്യകത എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനങ്ങള് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ വ്യാപനത്തിനെ സഹായിക്കാനാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉള്ളത്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും വരുന്നുണ്ട്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വരുന്നുണ്ട്. ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ ജനപ്രതിനിധികളെ ആയാലും ഭരണാധികാരികളെ ആയാലും ഒക്കെ അധികാരത്തിൽ എത്തിക്കുന്നത് ഈ പറയുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷമായ ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന്റെ ഉത്തരവാദിത്തം അത് നിർവഹിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതിൽ പെടുന്നതാണ്? ഭരണഘടനാ സ്ഥാപനമാണോ അതോ ഭരണഘടന ഇതര സ്ഥാപനമാണോ? ഇവിടെ പറയുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അനുച്ഛേദം 324 പ്രകാരമാണ് 1950 ജനുവരി 25-നാണ് നിലവിൽ വന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണുള്ളത്? ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും, കൂടാതെ 2 കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വരുന്നത്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നീക്കം ചെയ്യുന്നത്. കൂടാതെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് പറയാം. നമ്മുടെ ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇതിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ട്, 2 കമ്മീഷണർമാരും ഉണ്ട്. ഇവരൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി വരുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇംപീച്ച്മെന്റിലൂടെ മാത്രമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമുക്ക് തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കുള്ളൂ. അടുത്തതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM.
1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഈ പറയുന്നതായ EVM പരീക്ഷിക്കുന്നത്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്, ഒരു ബാലറ്റ് യൂണിറ്റ് വരുന്നുണ്ട്. അങ്ങനെ 2 യൂണിറ്റുകളാണ് ഉള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ VVPAT സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ VVPAT എന്നതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇത്തരം EVM ഒക്കെ ഉപയോഗിക്കുന്നത് വഴി എന്താണ് നമ്മുടെ ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ കുറയ്ക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ വേഗത്തിലാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞു. ഇനി കുറച്ചധികം കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു രീതി വഴിയാണെന്ന് പറഞ്ഞു. എന്താണ് ഇംപീച്ച്മെന്റ്? ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. കുട്ടി ചോദിക്കുകയാണ് എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നുണ്ട് ഇല്ല, 18 വയസ്സ് പൂർത്തിയാവണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ എന്തൊക്കെയാണ് ചുമതലകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് മറ്റു ചുമതലകളെ കുറിച്ച് നോക്കാനുണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതി നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. ഇത്തരം ചുമതലകളാണ് നമുക്ക് എന്തിനു വരുന്നത്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളാണ് 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങള് നമ്മുടെ ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് വരുന്നത്? 327 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ ഒരു നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് എന്നതും കൂടെ മനസ്സിലാക്കാം. നമുക്ക് എന്തായാലും ഈ നിയമങ്ങളെ കുറിച്ച് നോക്കാം. നമുക്ക് ആദ്യം വരുന്നത് ജനപ്രാതിനിധ്യ നിയമം 1950 ആണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അതുപോലെ തന്നെ അവയുടെ അതിർത്തി പുനർനിർണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നീ വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് ഈ പറയുന്നതായ ജനപ്രാതിനിധ്യ നിയമം 1950. അതുകൂടാതെ തന്നെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ ഒരു നിയമം അനുശാസിക്കുന്നു. പിന്നെ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നിയമത്തിൽ വരുന്നത്. അപ്പൊ ഇതാണ് ജനപ്രാതിനിധ്യ നിയമം 1950 വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇപ്പൊ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത്, പുനർനിർണയിക്കുന്നത്, ഈ പറയുന്നതായിട്ടുള്ള ഓഫീസർമാരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഇത്തരം കാര്യങ്ങളാണ് ജനപ്രാതിനിധ്യ നിയമം 1950 വരുന്നത്. അടുത്തതാണ് ജനപ്രാതിനിധ്യ നിയമം 1951 എന്ന് പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യത അയോഗ്യത നിർണ്ണയിക്കുന്നതിനും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോ ഈ നിയമത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങള്, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത അയോഗ്യത എന്നിവയെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ ഒരു നിയമത്തിൽ നിർവചിച്ചിട്ടുണ്ട്. കൂടാതെ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ ഏതൊരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറണമെങ്കിൽ എന്താണ്?
തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ദേശീയ പാർട്ടി അഥവാ പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഒക്കെ പറയുന്നത് ഏതിലാണ്? 1951 വരുന്നതായിട്ടുള്ള ജനപ്രാതിനിധ്യ നിയമത്തിലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്തൊരു കാര്യം വരുന്നത്, അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. അപ്പൊ അത് ഒട്ടും വിട്ട് കളയാതെ അത്രയും ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കാം. അടുത്തതാണ് ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. എന്നാണ് നമ്മൾ അത് ആചരിക്കുന്നത്? ജനുവരി 25-നാണ്. നമ്മൾ കുറച്ചു മുൻപ് പറയുകയുണ്ടായി 1950 ജനുവരി 25-നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനമായിട്ടായ കാരണമാണ് നമ്മൾ ഈ ജനുവരി 25-നെ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്ന് മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്? 2011 മുതലാണ്. അപ്പൊ 1950 ജനുവരി 25-നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ അതിന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു ജനുവരി 25-ന് ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നുണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ഇലക്ഷൻസിലൊക്കെ ആരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മുടെ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1993 ഡിസംബർ 3-നാണ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഏതായിരുന്നു ഭേദഗതി? 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. ഭരണഘടനയുടെ ഏതൊക്കെയായിരുന്നു? 243K, 243ZA എന്ന അനുച്ഛേദങ്ങൾ പ്രകാരമാണ് വന്നിട്ടുള്ളത്. ഏത് ഇലക്ഷനാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? അപ്പോ 1993 ഡിസംബർ 3-നാണ് കേരളത്തിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇവിടെ പറയാവുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ കലണ്ടറിലെ ഒരു ഡേറ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതാണ്? ഡിസംബർ 10. അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അന്നാണ് നമ്മുടെ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്. യുദ്ധങ്ങള്, ആഭ്യന്തര കലാപങ്ങള്, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളെ മനുഷ്യന്റെ അന്തസ്സുറ്റ ജീവിതം ദുസ്സഹമാകുന്ന നിരവധി വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ പലപ്പോഴായിട്ട് അറിയാറുണ്ട്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? കുട്ടികൾക്കെതിരായിട്ടുള്ള വിവേചനം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം, അതുകൂടാതെ തന്നെ മനുഷ്യാവകാശങ്ങളെ എല്ലാം ലംഘിക്കുന്ന രീതിയിലുള്ള പല വിവേചനങ്ങളെ കുറിച്ച് നമുക്ക് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശം സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് 1993 ഒക്ടോബർ 12-നാണ്. ഓക്കെ ആണല്ലോ? ഏതാണ് ആസ്ഥാനം? ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ്. ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് വരുന്നത് കമ്മീഷനിലെ. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആരാണ് അധ്യക്ഷൻ വരുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. നമ്മൾ നേരത്തെ കേസിലും അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ കാലാവധി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് ഔദ്യോഗിക കാലാവധി വരുന്നത്. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് വരുന്നത്. അധ്യക്ഷൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും. രാഷ്ട്രപതിയാണ് നിയമനം നടത്തുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് ഔദ്യോഗിക കാലാവധി വരുന്നത്. ഇനി 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായിട്ട് ദേശീയ സംസ്ഥാന തലങ്ങളിലെ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് ഈ പറയുന്നതായ മനുഷ്യാവകാശ സംരക്ഷണ നിയമം.
1993 സെപ്റ്റംബർ 28-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് 1993 സെപ്റ്റംബർ 28-ന്. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം ദേശീയ സംസ്ഥാന തലങ്ങളിലെ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിയമത്തിലെ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിന്റെ കീഴിലാണ് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നിർവചനം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യല്, കാലാവധി, പ്രവർത്തനങ്ങള്, അധികാരങ്ങള് ഇതൊക്കെ ഈ ഒരു നിയമത്തിലാണ് പറയുന്നത്. ഏതായിരുന്നു നിയമം? മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. 1993 സെപ്റ്റംബർ 28-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. എന്തൊക്കെയായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ വരുന്നത്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിലെ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് പോയിന്റ്സ് ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായിട്ട് സംസ്ഥാനങ്ങളിലും ഈ പറയുന്നതായ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1998 ഡിസംബർ 11-നാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് നമ്മുടെ ഈ ഒരു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഇവിടെ അധ്യക്ഷൻ ആരായിരിക്കും? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ വരുന്നത്. ഇവിടെ നിയമനം നടത്തുന്നത് ഗവർണർ ആയിരിക്കും. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യങ്ങളെ കുറിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണണം. ഡേറ്റ് എന്നാണ് 1998 ഡിസംബർ 11. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളായിരുന്നു. ഇവിടെ വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാണ്. അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നപ്പോൾ ആരായിരുന്നു? വിരമിച്ചിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷന് എല്ലാ അംഗങ്ങളെ നിയമിക്കുന്നത് ഇവിടെ ഗവർണറാണ്. അവിടെ ആരായിരുന്നു? രാഷ്ട്രപതി ആയിരുന്നു. അപ്പൊ ഇത്തരം വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് രസകരമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിക്ക് ഇത് പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്തതാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ വരുന്നത്. ആരൊക്കെയാണ്? ചെയർപേഴ്സൺ വരുന്നുണ്ട്. പിന്നെ കൂടാതെ 4 അംഗങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷനിൽ വരുന്നത്. കാലാവധി വരുന്നത് 5 വർഷമാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക എന്നതൊക്കെ കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സംസ്ഥാന വനിതാ കമ്മീഷനിലും നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ദേശീയ വനിതാ കമ്മീഷനിലൊക്കെ വരുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കണം. ന്യൂനപക്ഷ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കണം. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ലിപി സംരക്ഷണം അനിവാര്യം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക. ഇത്തരം വാർത്തകളെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യം നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ ക്ഷേമത്തിനായുള്ള നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. അപ്പൊ എന്താണ് പ്രധാന ചുമതല വരുന്നത്? രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പിലാവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിനൊക്കെ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാന ചുമതലയായിട്ട് വരുന്നത്. 1993 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലയിൽ വന്നത്. എന്നാണ് 1993 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ഇപ്പൊ കമ്മീഷനിൽ എത്ര പേരുണ്ട്? ഒരു ചെയർപേഴ്സൺ വരുന്നുണ്ട്, വൈസ് ചെയർപേഴ്സൺ വരുന്നുണ്ട്, 5 അംഗങ്ങൾ. ഇങ്ങനെയാണ് കമ്മീഷന്റെ
അംഗങ്ങൾ വരുന്നത്. എന്നാണ് നിലവിൽ വന്നത്? 1993 മെയ് 17-നാണ്. കേന്ദ്ര ഗവൺമെന്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്, നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് നിർവഹിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നമുക്ക് എന്തൊക്കെയാണ് ചുമതലകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക, അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശകൾ നടത്തുകയും ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്, പ്രധാനപ്പെട്ട ചുമതലകളിൽ വരുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1993 മെയ് 17-നാണ് രൂപീകരിക്കുന്നത്. ചെയർപേഴ്സൺ വരുന്നുണ്ട്, ഒരു വൈസ് ചെയർപേഴ്സൺ വരുന്നുണ്ട്, 5 അംഗങ്ങളാണ് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമങ്ങളൊക്കെ ഉറപ്പുവരുത്തുക, അവരുടെ ക്ഷേമത്തിനായിട്ടുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാവുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചുമതലയിൽ വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് വരുന്നത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചിട്ടാണ്. 2013-ലാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ്? 2013-ലാണ് കേട്ടോ. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പൊ അവിടെ പറഞ്ഞപ്പോ എത്രയായിരുന്നു? 5 അംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് വരുന്നത്. നാമനിർദ്ദേശം ചെയ്യുന്നത് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പൊ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വന്നപ്പോൾ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. നേരത്തെ ആരായിരുന്നു? കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു. നിയമിച്ചോർന്നത് ആരായിരുന്നു നേരത്തെ? രാഷ്ട്രപതിയായിരുന്നു. ഇവിടെ 3 വർഷം തന്നെയാണ് കാലാവധി വരുന്നത്. ഭരണഘടനാനുസൃതമായ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് തന്നെയാണ് ഇവിടെയും ചുമതല വരുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാ ചുമതലകളൊക്കെ ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. 2013-ലാണ് നമ്മുടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. കാലാവധി വരുന്നത് 3 വർഷമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലും വരുന്നത്. അടുത്തതാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ. പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് റോഡുകൾക്കും വാർത്താവിനിമയത്തിനുമാണ്. അവയില്ലെങ്കിൽ നാം ചെയ്യുന്ന മറ്റൊന്നും ഫലപ്രദമാകില്ല. സ്കൂളുകൾ, ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിങ്ങനെ പലതും ആവശ്യമാണ് എന്നത് സുവ്യക്തമാണ്. എന്നാൽ നാം അവരുടെ ജീവിത രീതിയിൽ ഇടപെടുകയില്ല എന്നും സ്വന്തം രീതി അനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്യൂ എന്നും നാം എപ്പോഴും ഓർമ്മിക്കണം. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൊണ്ടുവന്നതാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും. ഇതിനോടൊപ്പം തന്നെ അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും സവിശേഷതകളും സംരക്ഷിക്കുക എന്നുള്ളതും പ്രധാനമാണ്. 2004-ലാണ് ഈ 2 കമ്മീഷനുകളും നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ആരൊക്കെയാണ്? ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങളാണ് കമ്മീഷനിൽ വരുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. കാലാവധി വരുന്നത് 3 വർഷമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പട്ടികജാതി കമ്മീഷൻ ആയാലും പട്ടികവർഗ കമ്മീഷൻ ആയാലും എന്തിനാണ്? ഈ പറയുന്നതായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് ഈ കമ്മീഷൻ. 2004-ലാണ് വരുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളുമാണ് കമ്മീഷനിൽ വരുന്നത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 3 വർഷമാണ് ഔദ്യോഗിക കാലാവധി വരുന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി നമുക്കിവിടെ പട്ടികജാതി പട്ടികവർഗ നിയമം 1989 അതിക്രമങ്ങൾ തടയൽ നിയമമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത്തരം കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇവരുടെ സ്വാസ്ഥ്യത്തിനും പുനരധിവാസത്തിനും നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന നിയമമാണ് ഈ പറയുന്നതായിട്ടുള്ള 1989-ൽ വന്നിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറയുന്നത്. ഇവിടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക,
അതുപോലെ ഇവരുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഈ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ക്ഷേമത്തിനായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് വിലയിരുത്തുക എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് ചുമതലകളിൽ വരുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ കേരളത്തിലെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോട് കൊണ്ടുവന്ന സ്ഥാപനമാണ് കേരള പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. ഇതിലെങ്ങനെയാണ് ചെയർപേഴ്സണും മറ്റ് 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ആരാണ് വരുന്നത്? ചെയർപേഴ്സൺ വരുന്നുണ്ട്, പിന്നെ മറ്റ് 2 അംഗങ്ങളും കൂടെ വരുന്നതാണ് കമ്മീഷൻ. നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കാലാവധി 3 വർഷം തന്നെയാണ് കേട്ടോ. ഇനി ഇപ്പോ ഈ പറഞ്ഞതായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുകയും അനന്തര നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് പ്രധാന ചുമതല. ശിക്ഷിക്കാനുള്ള അധികാരം കമ്മീഷനില്ല. അത് ഈ ഒരു കമ്മീഷൻ എന്നല്ല, പൊതുവായിട്ടുള്ള കമ്മീഷനുകൾക്ക് പൊതുവെ വരുന്നില്ല. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ശുപാർശകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിന്റെ നയം. ഈ സമുദായങ്ങളെയെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിനെ ഒരേ ഒരു പോംവഴി താണ നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. 1927 ഫെബ്രുവരി 24 ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ബഡ്ജറ്റ് പ്രസംഗത്തിലുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ പറയുന്നതായിട്ടുള്ള ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 1993 ഈ ഒരു കമ്മീഷൻ നിലയിൽ വന്നത്. എന്നാണ് 1993. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. ഇവിടെ ഈ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി 3 വർഷമാണ്. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യം ഒരു ഭരണഘടനാ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. 1993 ഇത് സ്റ്റാർട്ട് ചെയ്തത്, നിലയിൽ വന്നത്. 2018 കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ? പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു ഉറപ്പാക്കുക. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുക. പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. പിന്നാക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചുമതലകളിൽ വരുന്നത്. ഇനി നമ്മൾ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലയിൽ വന്നതെന്നാണ് 1993. 3 വർഷം തന്നെയാണ് ഇവിടെയും കമ്മീഷന്റെ കാലാവധി വരുന്നത്. എന്ത് തന്നെയാണ് ചുമതല? ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള ജനങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അതിൽ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളെ കുറിച്ചും പറഞ്ഞു. സംസ്ഥാന തലത്തിലുള്ളതും ദേശീയ തലത്തിലുള്ളതിനെ കുറിച്ചും പറഞ്ഞു. നമ്മൾ പറഞ്ഞ ജനാധിപത്യത്തിന്റെ എല്ലാവരിലേക്കും ജനാധിപത്യം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് വളരെ വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. UPSC. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. UPSC ഭാരത സർക്കാർ നിയമനങ്ങൾക്കായി സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC എന്ന് പറയുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അനുച്ഛേദം 320 പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഇതിലെ ചെയർപേഴ്സൺ വരുന്നുണ്ട്. 10 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. എത്ര പേരാണ്? ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് UPSCയിൽ വരുന്നത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 6 വർഷമോ 65 വയസ്സ് വരെയോ ആണ് കാലാവധി വരുന്നത്. എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, അതാണ് കാലാവധി. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയൊക്കെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. പിന്നെ സംസ്ഥാനങ്ങളിൽ എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഉണ്ട്. കേരളത്തിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോ
ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഏത് വകുപ്പിന്റെ കീഴിലാണ്? വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. 2007 മാർച്ച് 5-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. എന്നാണ് 2007 മാർച്ച് 5-നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി ഇതൊക്കെയാണ് കമ്മീഷന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കമ്മീഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ് ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.